CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇഡി. വീണയ്ക്ക് പണം നൽകിയത് പിണറായിയുമായുള്ള ബന്ധത്തിൽ നിന്ന് ശശിധരൻ കർത്തിയുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കി പിണറായിയിലേക്ക് എത്താനാണ് ഇഡി ഒരുങ്ങുന്നത്. അതിനിടെ അന്വേഷണ സംഘം വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. CMRL തട്ടിപ്പിന്റെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും രീതികളും ഇഡി രേഖയിലുണ്ട്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തിയായിട്ടുള്ള മൊഴി ഇഡി രേഖകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതായത് വീണയ്ക്കും വീണയുടെ കമ്പനിക്കും താൻ പണം നൽകിയത് പിണറായി വിജയനോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യം ആ മൊഴിയിൽ ഉണ്ടായിരുന്നു എന്ന് ഇഡി വ്യക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇല്ലാത്ത സേവനത്തിനായിരുന്നു ഈ കരാർ എന്ന കാര്യവും ഈ പറയുന്ന കർത്തയുടെ മൊഴിയിലുണ്ട് എന്ന് ഇഡി പറയുന്നു. അപ്പോൾ ഈ കർത്തയുടെ മൊഴി വഴി പിണറായി വിജയനിലേക്ക് എത്താനുള്ള നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. പിണറായിക്ക് നോട്ടീസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇഡി ഉടൻ തീരുമാനമെടുക്കും. നേരത്തെ തന്നെ ഈ പിണറായി കർത്ത ബന്ധത്തിലും അതോടൊപ്പം തന്നെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ CMRനോടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇഡി അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിലൊരു സീക്വൻസ് ഉണ്ട്. അതായത് 2014-15 കാലഘട്ടത്തിലാണ് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി വീണയുടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീടുണ്ടാകുന്നത് ആദ്യ പിണറായി സർക്കാർ വരുന്നു 2016-ൽ. അതിനുശേഷമാണ് ഈ CMRL എക്സാലോജിക് കരാർ, CMRL വീണ കരാർ ഉണ്ടാകുന്നത്. തുടർന്ന് തൊട്ടു പിന്നാലെ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപ കർത്തയുടെ കമ്പനിയായിട്ടുള്ള CMRL കർത്തയിൽ നിന്ന് ഈ പറയുന്ന വീണയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഇല്ലാത്ത സേവനത്തിന് ഇത്രയധികം പണം എന്തുകൊണ്ട് നൽകുന്നു? ഇതിനൊക്കെയുള്ള ഉത്തരമാവുകയാണ് ഈ പറയുന്ന കർത്തയുടെ മൊഴി. അതുകൊണ്ട് അത്തരം പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ വീണയ്ക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കൽ ഇപ്പോൾ ഉണ്ട്. അതായത് ഇല്ലാത്ത സേവനത്തിനാണ് ഇത്രയധികം പണം വാങ്ങിയത്. അപ്പോൾ ഇൻവോയ്സ് പോലും നൽകാതെ മുൻകൂറായി വീണ ഇത്തരത്തിൽ പണം വാങ്ങി എന്ന വിവരമാണ് ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 45 ലക്ഷത്തോളം രൂപ ഈ പറയുന്ന 2.78 കോടിയിൽ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന വീണയ്ക്ക് എത്തിയിട്ടുണ്ട്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ പണം എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ CMRLന്റെയും അതോടൊപ്പം ശശിധരൻ കർത്തയുടെയും ഒക്കെ തന്നെ തട്ടിപ്പിന്റെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും ഒക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അതിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏകദേശം 182 കോടിയോളം രൂപയുടെ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകളാണ് ഈ പറയുന്ന CMRL നടന്നത്. അത് ഫേക്ക് എക്സ്പെൻസ് കാണിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടുള്ള തട്ടിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു സർക്കുലേഷൻ പേയ്മെന്റ് മെത്തേഡാണ് ഈ പറയുന്ന കർത്ത ചെയ്തു വന്നിരുന്നത്. അതായത് സേവനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇടപാടുകാർക്കും അല്ലെങ്കിൽ വെൻഡേഴ്സിനും ട്രാൻസ്പോർട്ടേഴ്സിനും ചരക്ക് സേവനവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അക്കൗണ്ട് വഴി പണം നൽകും. അങ്ങനെ ആ ഒരു സേവനം കാണിക്കും, ഈ ട്രാൻസാക്ഷൻ കാണിക്കുകയും ചെയ്യും. തുടർന്ന് ആ പണം കിട്ടുന്നവർ പണം വിഡ്രോ ചെയ്ത് പണമായി തന്നെ തിരിച്ച് CMRLന് നൽകും. അങ്ങനെ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ വിഡ്രോ ചെയ്ത് കൊടുക്കുന്നവർക്ക് 7% കമ്മീഷനും കിട്ടും. നിപുണ എന്ന് പറയുന്ന കമ്പനി ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ടവരുടെ ഒരു കുടുംബ കമ്പനി തന്നെയാണ്. അവയിലേക്ക് 91 കോടിയോളം രൂപ വക മാറ്റിയിട്ടുണ്ട്. ഈ CMRL എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ അതിൽ KSIDCക്ക് അടക്കം ഷെയർ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനിയിൽ നിന്നാണ് ഇത്രയധികം ഈ വ്യാജ എക്സ്പെൻസും ഒക്കെ കാണിച്ചുകൊണ്ട് കർത്തയും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ പണം തട്ടിയിരിക്കുന്നത്. അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഒരു നിർണായക ഘട്ടത്തിലാണ് CMRL എക്സാലോജിക് ഇടപാട് കേസിലെ അന്വേഷണമെന്ന് ഇഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.